ഹായ് കൂട്ടുകാരെ, വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാഗർകോവിൽ നിന്നും എക്സാം കഴിഞ്ഞ് ഇഷ്ടമില്ലാതെയാണെങ്കിലും വിഷ്ണുവിനോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയാണ് ശാലിനി തിരികെ നാട്ടിലേക്ക്. കൂടെ രാജീവിന്റെ അമ്മാവനും അമ്മയും കയറി പറ്റുകയാണ്. യാത്രക്കിടയിൽ രാജീവ് അമ്മയെ ഫോൺ ചെയ്യുകയാണ്. ബെൽ ശബ്ദം കേട്ട് വിജയലക്ഷ്മി പറയുകയാണ് രാജീവ് മോനാണ്. രാജീവ് ചോദിക്കുകയാണ് നിങ്ങളിങ്ങ് എത്താറായോ? ഒരു 10 മിനിറ്റ് മോനെ, നമ്മളിപ്പോൾ അങ്ങെത്തും. രാജീവ് പറയുകയാണ് ആ അമ്മേ, അർജന്റായിട്ട് എനിക്കൊന്ന് പുറത്തു പോണം. ലൈബ്രറിയിൽ നിന്ന് കുറച്ച് റെഫറൻസ് ബുക്ക് എടുക്കാനുണ്ട്. വിജയലക്ഷ്മി ചോദിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴോ? താക്കോല് ഞാനിവിടെ പൂച്ചട്ടിക്കുള്ളിൽ വച്ചോളാം. വിജയലക്ഷ്മി പറയുകയാണ് അത് മതി, നീ ഉടനെ എത്തുമല്ലോ അല്ലേ? വൈകില്ലമ്മയെന്ന് രാജീവ് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് ശരി മോനെ, അപ്പോൾ പിന്നെ എത്തുമ്പോൾ കാണാം. ഫോൺ വെച്ച് വിജയലക്ഷ്മി പറയുകയാണ് അമ്മാവനോട് അവനൽപ്പം വൈകുമെന്ന്. പിന്നീട് വിജയലക്ഷ്മി ശാലിനിയോട് ചോദിക്കുകയാണ് മോളെ, ഞങ്ങളെ രാജീവ് താമസിക്കുന്നിടത്ത് ഡ്രോപ്പ് ചെയ്യുമല്ലോ അല്ലേ? അത് കേട്ട് വിഷ്ണു പറയുകയാണ് ഓഹോ വിടാമല്ലോ, സ്ഥലം പറഞ്ഞു തന്നാൽ മതി. വിജയലക്ഷ്മി പറയുകയാണ് രാജീവ് നഗറിലാണ്. അത് കേട്ട് വിഷ്ണു പറയുകയാണ് അല്ല, വഴി പറഞ്ഞു തരണം കേട്ടോ. ഇത് കേട്ട് ശാലിനി കരുതുകയാണ് അയ്യോ, അപ്പോൾ ഇവരിറങ്ങിയാൽ പിന്നെ ഞാനും ഇയാളും തനിച്ചാകുമല്ലോ, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ അടുക്കളയാണ്. അവിടെ ശാന്തയെ ജോലിയിൽ സഹായിക്കുകയാണ് ശാരിക. അന്നേരം അവിടേക്ക് എത്തുകയാണ് ശാരദാമ്മ. ഫോണുമായി വന്ന ശാരദാമ്മ ശാരികയോട് പറയുകയാണ് ഡി, ശാലിനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, നീ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ, ഇനി ഫോണിന് വല്ല കുഴപ്പമുണ്ടെങ്കിലോ? ഫോൺ വാങ്ങി നോക്കിയ ശേഷം ശാരിക പറയുകയാണ് ഫോണിനൊന്നും ഒരു കുഴപ്പവും ഇല്ല, രാവിലെ വിളിച്ച് സംസാരിച്ചതല്ലേ അമ്മ, പരീക്ഷ കഴിഞ്ഞൊന്നും എളുപ്പമായിരുന്നു എന്നുമൊക്കെ അവള് പറഞ്ഞായിരുന്നല്ലോ. ശാരദാമ്മ പറയുകയാണ് അത് പറഞ്ഞു, അപ്പോൾ വിജയലക്ഷ്മിയുടെ കൂടെയാണ് പോരുന്നതെന്നും പറഞ്ഞു. അവള് പക്ഷേ വിജയലക്ഷ്മിയെ കണ്ടോ, ഒരുമിച്ചാണോ പോരുന്നത് അതൊന്നും അറിഞ്ഞില്ലല്ലോ. മനസ്സിനാണെങ്കിൽ ഒരു സമാധാനക്കേട് പോലെ, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ശാരിക പറയുകയാണ് അമ്മയൊന്ന് വിജയലക്ഷ്മി അമ്മയെ വിളിച്ചു നോക്കിക്കേ, അവരൊന്നിച്ചല്ലേ വരുന്നത്, അവരുടെ നമ്പരും കിട്ടുന്നില്ലടി, റേഞ്ച് ഇല്ലെന്നാണ് പറയുന്നത്. ശാരിക പറയുകയാണ് അതിപ്പോ അവര് യാത്രയിലായത് കൊണ്ടായിരിക്കും അമ്മേ. ശാരദാമ്മ വീണ്ടും പറയുകയാണ് എന്തായാലും വിവരമൊന്നും അറിയാതെ എങ്ങനെ മനസ്സമാധാനം കിട്ടും? പിന്നീട് ശാരദാമ്മ ശാരികയോട് ചോദിക്കുകയാണ് അല്ല, വൃന്ദയുടെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യിൽ? അവളുടെ ഫ്ലാറ്റിലല്ലേ ശാലിനി ഇന്നലെ താമസിച്ചത്, വിളിച്ചു നോക്കിയാൽ അവളെ പുറപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമല്ലോ. ശാരിക പറയുകയാണ് വൃന്ദയുടെ നമ്പർ എന്റെ ഫോണിലുണ്ടമ്മേ, അവള് ചിലപ്പോൾ ശാലിനിയെ കിട്ടാതിരിക്കുമ്പോൾ എന്നെ വിളിക്കുന്നതാണ്, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു പോവുകയാണ് ശാരിക. അതിനുശേഷം ഫോൺ എടുത്ത് വൃന്ദയെ വിളിക്കുകയാണ് ശാരിക. അന്നേരം ഫോൺ എടുക്കുന്ന ആൾ ചോദിക്കുകയാണ് ഹു ഈസ് ദിസ്? ഒന്ന് മടിച്ച് ശാരിക ചോദിക്കുകയാണ് വൃന്ദയുടെ നമ്പരല്ലേ ഇത്? അതെ, ഞാൻ അവളുടെ ഹസ്ബൻഡാണ് നീരജ്, നിങ്ങൾ ആരാണ്? ഞാൻ വൃന്ദയുടെ കൂട്ടുകാരി ശാലിനിയുടെ ചേച്ചിയാണ് ശാരിക. ഓ ഐ സി, ശാലിനിയെ പറ്റി വൃന്ദ പറഞ്ഞ് എനിക്കറിയാം, ആ സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടിയല്ലേ? ശാരിക പറയുകയാണ് ഇന്ന് അവൾക്ക് നാഗർകോവിൽ വെച്ച് IASന്റെ മെയിൻ എക്സാം ആയിരുന്നു, ഇന്നലെ അവൾ ഇവിടുന്ന് പുറപ്പെട്ടതാണ് രാത്രിയിൽ. ശാലിനി നിങ്ങളുടെ ഫ്ലാറ്റിലല്ലേ താമസിച്ചത്? അത് കേട്ട് നീരജ് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലോ? ഞാൻ വൃന്ദയുടെ ഒപ്പമാണ് താമസമെന്ന് അവൾ പറഞ്ഞതാണല്ലോ. നീരജ് പറയുകയാണ് ഐ ആം സോറി, ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരാണ് ഉള്ളത്, ഇന്നലെ എന്റെ അപ്പച്ചി മരിച്ചു, ഞാനും വൃന്ദയും കൂടി ഇവിടേക്ക് വന്നതാണ്. പക്ഷെ അവള് പറഞ്ഞത് എന്ന് ശാരിക പറയുമ്പോൾ നീരജ് പറയുകയാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും, വൃന്ദയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് വിളിച്ചാൽ മതി, ഞാനിപ്പോൾ പുറത്താണ്, മരണ വീട്ടിൽ ഫോൺ ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് അത് ഞാനിങ് എടുത്തു. ഒന്ന് പതറി ശാരിക പറയുകയാണ് ഇല്ല, ഒന്നും പറയാനില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. അതിനുശേഷം ഫോൺ വയ്ക്കുകയാണ് ശാരിക. ശാരദാമ്മ ചോദിക്കുകയാണ് എന്താ മോളെ, വൃന്ദ എന്തു പറഞ്ഞു? ശാരികയെ ശ്രദ്ധിച്ചിട്ട് വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വൃന്ദയും ഭർത്താവും ഇന്നലെ നാഗർകോവിൽ ഇല്ലായിരുന്നമ്മേ, ഒരു മരണമുണ്ടായിട്ടവര് ഇന്നലെ കോയമ്പത്തൂര് പോയെന്ന്. അത് കേട്ട് അന്തം വിടുകയാണ് ശാരദാമ്മ. ശാരദാമ്മ ചോദിക്കുകയാണ് ഈശ്വര, പിന്നെ എവിടെയാണ് ശാലിനി ഇന്നലെ താമസിച്ചത്, ആരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുകയാണ് ശാരദാമ്മ. പിന്നീട് രാജീവ് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയാണ് ശാലിനിയും വിഷ്ണുവും ഒക്കെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ കൃഷ്ണൻകുട്ടി വിഷ്ണുവിനോട് പറയുകയാണ് ഡ്രൈവറെ ഡിക്കി തുറക്ക്. കൃഷ്ണൻകുട്ടി പെട്ടിയൊക്കെ എടുക്കാനായി വരുമ്പോൾ വിഷ്ണു പറയുകയാണ് വേണ്ട, ഞാൻ എടുത്ത് വയ്ക്കാം. കാറിൽ നിന്നും ഇറങ്ങി ശാലിനി കരുതുകയാണ് ഇയാളെ ഇപ്പൊ തന്നെ ഒഴിവാക്കണം, അയാളുടെ ഒരു പ്രേമവും മണ്ണാങ്കട്ടയും. അന്നേരം വിജയലക്ഷ്മി ശാലിനിയെ വിളിക്കുകയാണ് കുട്ടി ഒന്ന് വരൂ, കുറച്ച് സംസാരിക്കാനുണ്ട്.
അന്നേരം ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്, ഇയാള് പൊയ്ക്കോ. വിഷ്ണു ചോദിക്കുകയാണ്, പോവാനോ? അതെ, ഇവരെന്റെ റിലേറ്റീവ്സ് ആണ്, ചിലപ്പോൾ കൂടുതൽ സമയം സംസാരിക്കാനുണ്ടാകും. അല്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ചുറ്റും നോക്കുമ്പോൾ ശാലിനി പറയുകയാണ്, പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ എനിക്ക് കയറാനുണ്ട്. അതിവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒപ്പിച്ചിട്ട് അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ശാലിനി. അല്ലടോ എന്നും പറഞ്ഞ് വീണ്ടും ശാലിനിയെ വിളിക്കുകയാണ് വിഷ്ണു. പക്ഷെ ശാലിനി ഇതൊന്നും കേൾക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ്. ചുറ്റുമൊക്കെ നോക്കിയിട്ട് എന്താ വരട്ടെ എന്നും പറഞ്ഞ് വണ്ടി എടുത്തു പോവുകയാണ് വിഷ്ണു. വിഷ്ണു പോകുന്നത് കണ്ട് ശാലിനി കരുതുകയാണ്, അയാളോട് എനിക്ക് പ്രേമമൊന്നുമില്ലെന്ന് പറയാൻ പറ്റിയില്ലല്ലോ. ആ പോട്ടെ, എപ്പോഴെങ്കിലും അവസരം വരും. അന്നേരം അകത്തു നിന്നും വിജയലക്ഷ്മി വിളിക്കുകയാണ്, മോളെ ശാലിനി. ഇതേ സമയം വീട്ടിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. ഉമ്മറത്തേക്ക് വന്ന ശാന്ത ചോദിക്കുകയാണ്, അല്ല ശാരദാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി, ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയാണ്, കാഴ്ച കാണാൻ. അല്ല, നിനക്കെന്താ ഇപ്പൊ വേണ്ടത്? ശാന്ത പറയുകയാണ്, അല്ല എണ്ണ തീർന്നു, വാങ്ങാൻ കാശ് വേണം. വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. കാശില്ല? അതെ, ഇന്ന് എണ്ണ ഇല്ലാതെ പലഹാരം ഉണ്ടാക്കിയാൽ മതി, പോ അവിടെന്ന്. മിണ്ടാതെ ശാന്ത അവിടെ തന്നെ വീണ്ടും നിൽക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, എടി നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ശാരിക ശാന്തയോട് എന്താന്ന് ചോദിക്കുമ്പോൾ ശാന്ത പറയുകയാണ്, എന്താന്നറിയില്ല, കുറച്ചു നേരമായിട്ട് ശാരദാമ്മ കടിച്ചു കീറാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ കരുതി ഇപ്പോൾ മാറിക്കാണുമെന്ന്, പക്ഷെ മാറിയിട്ടില്ല. സാരമില്ലെന്നും പറഞ്ഞ് ശാന്തയെ ആശ്വസിപ്പിക്കുകയാണ് ശാരിക. ചേച്ചി പോയിക്കോ, എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടുത്തേക്ക് വന്ന് ശാരിക ചോദിക്കുകയാണ്, എന്താ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത്? കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണല്ലോ, ആകെ ഒരു പരവേശവും പരിഭ്രമവും ഒക്കെ. ശാരികയെ കടിക്കാൻ ചെല്ലുകയാണ് ശാരദാമ്മ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചിരി വരുത്തി ശാരിക പറയുകയാണ്, അയ്യോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട. പക്ഷെ അമ്മയ്ക്ക് ഇത്ര ആദ്യ കയറാനായിട്ട് എന്താണ് കാര്യമെന്ന് എനിക്കറിയാം. വൃന്ദയുടെ ഭർത്താവ് പറഞ്ഞത് തന്നെ. ഇന്നലെ ശാലിനി അവർക്കൊപ്പം അല്ല താമസിച്ചതെന്ന്. ശാരദാമ്മ പറയുകയാണ്, ആരെയെങ്കിലും കൂട്ടി വേണം പരീക്ഷയ്ക്ക് പോകാനെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പോ അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത നാട്ടില് ഒറ്റയ്ക്കൊരു പെൺകുട്ടി, അവള് രാത്രി എവിടെയാ തങ്ങിയിട്ടുണ്ടാവുക? എന്തിനാ അവൾ എന്നോട് കള്ളം പറഞ്ഞത്? ശാരിക ചോദിക്കുകയാണ്, എന്തിനാ അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ അമ്മ ശാലിനിയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയോ അമ്മയ്ക്ക്? ഇല്ലല്ലോ. ശാരദാമ്മ പറയുകയാണ്, അതെ, അത് തന്നെയാണ് എന്റെ സംശയവും. വൃന്ദയുടെ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ അവൾ ഇന്നലെ രാത്രി അതെന്നോട് പറയാതിരുന്നത്? വൃന്ദയെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവൾ കുളിക്കുകയാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ശാരിക ചോദിക്കുകയാണ്, എന്റെ അമ്മേ, വൃന്ദ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വൃന്ദയുടെ വേറെ ബന്ധുക്കൾ ഉണ്ടാവില്ലേ അവിടെ? അതൊക്കെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടാകും ശാലിനി. അല്ലെങ്കിൽ തന്നെ എന്റെയോ ശ്യാമയുടെ കാര്യത്തിലാണെങ്കിൽ അമ്മയ്ക്കൊരു വ്യാകുലത ഉണ്ടായി എന്ന് ഞാൻ സമ്മതിച്ചു തന്നേനെ. ഞങ്ങൾക്ക് അങ്ങനത്തെ സാഹചര്യമൊന്നും പരിചയമില്ലല്ലോ. പക്ഷെ ഇവിടെ ഇപ്പൊ പോയിരിക്കുന്നതേ ശാലിനിയാണ്. ബസ് സ്റ്റാൻഡിൽ ഷീറ്റ് വിരിച്ച് വേണമെങ്കിലും കിടക്കും അവള്. അവളെ തൊടാനോ ഉപദ്രവിക്കാനോ ഒരാളും ധൈര്യപ്പെടില്ല. എങ്കിലേ കൈവെട്ടി അരിയും അവൾ. ശാരികയുടെ ഈ സംസാരത്തിൽ ഒന്ന് ദേഷ്യം മാറുകയാണ് ശാരദാമ്മയ്ക്ക്. എന്നാലും എവിടെയാ തങ്ങുന്നതെന്ന് അവൾ എന്താ പറയാതിരുന്നത്? ശാരദാമ്മയെ നേരെ പിടിച്ചു നിർത്തി ശാരിക ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്താ സ്വന്തം മക്കളെ വിശ്വാസമില്ലാതായോ? ശാരദാമ്മയെ കണ്ടുവളർന്ന മക്കൾക്ക് ഒരിക്കലും വഴി തെറ്റില്ലമ്മേ. നടന്ന കാര്യങ്ങൾ നമ്മളെ അറിയിക്കണ്ടെന്ന് ശാലിനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. ഇവിടെ വന്നിട്ട് സമാധാനമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അത്രയുള്ളൂ കാര്യങ്ങൾ. എന്നാലും എന്ന് പറഞ്ഞ് വീണ്ടും ശാരദാമ്മ പരിഭ്രമിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ഒരെന്നാലും ഇല്ല. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടുമില്ല. ആദ്യം അമ്മയൊന്ന് സമാധാനപ്പെടുക. ശാലിനി ഇപ്പോൾ ഈ നാട്ടിൽ എത്തിയിട്ടുണ്ടാവും വിജയലക്ഷ്മി ആന്റിക്കൊപ്പം. 1 മണിക്കൂറിനകം അവരിപ്പോൾ ഇവിടെ എത്തും. തൽക്കാലം അമ്മ അകത്തേക്ക് വന്നേ, ഒരുപാട് പണിയുണ്ട് ഇവിടെ. ശാരിക ശാരദാമ്മയെ പിടിച്ചു വലിക്കുമ്പോൾ കൈ തട്ടി മാറ്റി ശാരദാമ്മ പറയുകയാണ്, വിടന്നെ, ഞാൻ വന്നോളാം. അത് കേട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശാരിക. അതേസമയം രാജീവിന്റെ വീട്ടിൽ ശാലിനിക്കും കൃഷ്ണൻകുട്ടിക്കും ഒക്കെ ചായ ഇട്ട് കൊടുക്കുകയാണ് വിജയലക്ഷ്മി. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ മോളെ? കുഴപ്പമില്ലായിരുന്നോ? അത് പറഞ്ഞ് ശാലിനി ചോദിക്കുകയാണ്, എന്താ ആന്റി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? വിജയലക്ഷ്മി പറയുകയാണ്, അത് കൃഷ്ണൻകുട്ടിയേട്ടൻ പറയും. ഇതൊക്കെ ആണുങ്ങൾ പറഞ്ഞാലല്ലേ ശരിയാകൂ. അമ്മാവൻ പറയുകയാണ്, മോളെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. നമ്മളൊരു പയ്യനെ പഠിപ്പിച്ച് ഈ നിലയിലാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ലെന്നറിയാമല്ലോ. അതും കോളേജ് ലെക്ചർ. അവൻ ചിലപ്പോൾ പറയുമായിരിക്കും അവന്റെ മിടുക്ക് കൊണ്ടാണ് ഇത്രയുമൊക്കെ ആയതെന്ന്. എന്നാൽ അതല്ല സത്യം. നല്ലൊരു മദ്യപാനിയായിരുന്നു വിജയലക്ഷ്മിയുടെ ഭർത്താവ്.
അയാൾ മരിച്ച ശേഷം ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുകയായിരുന്നു വിജയ. അതിനിടയിൽ നിന്നും ഒന്ന് കരകയറാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയിട്ടേ അവൾ അടങ്ങിയുള്ളൂ. അങ്ങനെയൊക്കെയാണ് അവനിപ്പോൾ കോളേജ് ലെക്ചറർ ആയത്. ഇപ്പോ അവന് UGC ശമ്പള സ്കെയിലുണ്ട്, നല്ല ശമ്പളം. അവനെ അവിടം വരെ എത്തിക്കാൻ ഞങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് മോൾക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എഴുതുന്ന ആളല്ലേ, കൂടുതൽ പറയേണ്ട കാര്യം ഇല്ലല്ലോ. ശാലിനി പറയുകയാണ്, എനിക്കതൊക്കെ മനസ്സിലാവും മകളെ, നിങ്ങൾ പറഞ്ഞോളൂ. അമ്മാവൻ പറയുകയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വിഹിതം അവന്റെ കല്യാണത്തിന് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. സ്ത്രീധനം എന്നൊന്നും പറയണ്ട, അവന്റെ നിലയ്ക്കും വിലയ്ക്കും ജോലിക്കും അനുസരിച്ചുള്ള ഒരു കുഞ്ഞു വിഹിതം, അത്ര തന്നെ എന്ന് പറയുകയാണ് കൃഷ്ണൻകുട്ടി. ഒന്നമ്പരെന്ന് ശാലിനി ചോദിക്കുകയാണ്, അത് എന്ന് വെച്ചാൽ? അത് കേട്ട് വിജയലക്ഷ്മി പറയുകയാണ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊന്നാണ്, കാശല്ല. മിനിമം ഒരു 10-30 പവൻ, അത്രയും മതി. 30 പവനൊന്ന് അന്തം വിട്ട് ചോദിക്കുകയാണ് ശാലിനി. അതേ മോളെ, 30 പവനെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയല്ലേ ആവൂ. UGC ശമ്പള സ്കെയിലുള്ള ഒരു പയ്യന് 100-150 പറഞ്ഞാലും സുഖമായി കിട്ടും. പക്ഷേ ഇവിടത്തെ കേസിൽ ഇപ്പോൾ ചെറുക്കന് പെണ്ണിനെ അസ്ഥിയിൽ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത്. കൃഷ്ണൻകുട്ടി പറയുകയാണ്, എന്ന് വെച്ച് ശാരികയ്ക്ക് അവിടെ ഒരു കുറവും കുഴപ്പവും ഒന്നും ഉണ്ടാകില്ല കേട്ടോ. അവളെ ഒരു രാജകുമാരിയെ പോലെ നോക്കും ഞങ്ങൾ. ഞങ്ങളുടെ രാജീവിന്റെ പെണ്ണ് ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെയാണ്. വിജയലക്ഷ്മി പറയുകയാണ്, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാളെ ഇപ്പോ ഈ വിവാഹ നിശ്ചയമല്ലേ, അപ്പോ നാളെ തന്നെ ഈ 30 പവനും കൂടി ഇട്ട് കണ്ടിരുന്നേൽ ഒരു സന്തോഷമാവുമായിരുന്നു. ഞങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ചായക്കപ്പ് അവിടെ വെച്ച് പെട്ടെന്ന് ഫയൽ എടുക്കുകയാണ് ശാലിനി. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പതറി ശാലിനി പറയുകയാണ്, ഞാൻ അമ്മയോട് പറയാമമ്മേ, അവരൊക്കെ ഇപ്പോൾ എന്നെ അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. എന്നാ ശരി, പറഞ്ഞതൊന്നും മറക്കണ്ട, മോള് ചെല്ല്. ബാഗും എടുത്ത് അവിടെ നിറങ്ങുകയാണ് ശാലിനി. വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടിയോട് ചോദിക്കുകയാണ്, വല്ലതും നടക്കുമോ കൃഷ്ണൻകുട്ടി ചേട്ടാ? നടന്നാൽ അവർക്ക് കൊള്ളാം, അല്ലെങ്കിൽ രാജീവ് വേറെ കിട്ടും. നീ ആ സ്വർണ്ണക്കട മുതലാളി ചിദംബരത്തിന്റെ ഫോൺ നമ്പർ ഇങ്ങ് തന്നേക്ക്. ഇടയ്ക്ക് ഞാനും കൂടി ഒന്ന് വിളിച്ചു വച്ചേക്കാം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടി എറിയണമെന്നാണല്ലോ, അല്ല പിന്നെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കൃഷ്ണൻകുട്ടി. തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് ശാലിനി. വന്ന വഴിയിൽ തന്നെ നിൽക്കുന്ന ശാലിനി വിഷ്ണുവിനെ ആദ്യം കണ്ടതു മുതലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങനെ നിൽക്കുകയാണ്. അന്നേരം അവിടേക്ക് പാൽപാത്രവുമായി വന്ന ശ്യാമയും ശാരികയും ശാലിനി വഴിയിൽ തന്നെ നിൽക്കുന്നത് കാണുകയാണ്. ശ്യാമ പറയുകയാണ്, ആഹാ, കുഞ്ഞേച്ചി പരീക്ഷ കഴിഞ്ഞു വന്നല്ലോ. കുഞ്ഞേച്ചി ശാലിനി എന്നൊക്കെ ശ്യാമയും ശാരിയും വിളിക്കുന്നെങ്കിലും ശാലിനി അത് കേൾക്കുന്നില്ല. പെട്ടെന്ന് ശാലിനിയെ തൊട്ടു വിളിക്കുകയാണ് ശ്യാമ. ഒന്ന് ഞെട്ടി രണ്ടുപേരെയും നോക്കുകയാണ് ശാലിനി. ശ്യാമ ചോദിക്കുകയാണ്, ചേച്ചിക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു എന്ന് ശാലിനി പറയുമ്പോൾ ശാരിക ചോദിക്കുകയായിരുന്നു, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴാ നീ എത്തിയത്? ഇവിടെ എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്? വെറുതെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ചോദിക്കുകയാണ്, നിന്റെ പനി മാറിയോ? പനിയൊക്കെ നേരത്തെ വിട്ടതാ, പക്ഷെ രാത്രി ഇവള് ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു. രാത്രി ആയപ്പോൾ പൊള്ളുന്ന പനി, പിന്നെ ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഉച്ചയായപ്പോൾ എല്ലാം മാറിയതാണ്. പക്ഷെ പനി വിട്ടാൽ കുറച്ചു സമയം അടങ്ങിയിരിക്കണ്ടേ? ഇവള് പക്ഷെ ഓടിച്ചാടി നടപ്പാണ് ഇപ്പോഴത്തെ പണി. പക്ഷെ ഇതൊന്നും കേൾക്കാതെ തന്നെ നിൽക്കുകയാണ് ശാലിനി. ശ്യാമ പറയുകയാണ്, ഓ അതൊന്നും കാര്യമാക്കേണ്ട ചേച്ചിക്ക്. എനിക്ക് പനി വന്നതുകൊണ്ട് ചേച്ചിക്ക് ഒരാളെ കാണാനും കോംപ്രമൈസ് ചെയ്യാനുമുള്ള അവസരം കിട്ടി. ആരെയാണെന്ന് ചോദിക്കൂ കുഞ്ഞേച്ചി. ശ്രദ്ധിക്കാതെ ആരാന്ന് ചോദിക്കുകയാണ് ശാലിനി. ശ്യാമ പറയുകയാണ്, രാജീവ് സാറിനെ തന്നെ. അമ്മ മുൻകൈ എടുത്ത് വിളിച്ചിട്ട് രാജീവ് സാറാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടെ എത്തിയത്. ഇടയ്ക്ക് രണ്ടുപേരും തമ്മിൽ ചെറിയ പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി കട്ട പ്രേമമായി. അത് പറഞ്ഞ് ചിരിക്കുകയാണ് ശ്യാമ. ശാലിനി ചോദിക്കുകയാണ്, അമ്മ എവിടെ? ശ്യാമ പറയുകയാണ്, പുറകിലെ അടുക്കളയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ശാലിനിയുടെ പെരുമാറ്റത്തിൽ സംശയിച്ചു നിൽക്കുകയാണ് ശാരികയും ശ്യാമയും. ശ്യാമ പറയുകയാണ്, ഈ കുഞ്ഞേച്ചിക്ക് ഇതെന്ത് പറ്റി? എന്തു പറഞ്ഞിട്ടും ഒരു എഫക്റ്റും ഇല്ലല്ലോ. ചിലപ്പോ പരീക്ഷ പ്രയാസമായിരുന്നിരിക്കും. നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, എളുപ്പമായിരുന്നോന്ന്. ശാലിനി പോകുന്നത് കണ്ട് ശാരിക പറയുകയാണ്, അങ്ങനെയല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അവളിങ്ങനെ ഡള്ളാകില്ല. എന്തായിരിക്കും പ്രശ്നം? ഈ യാത്രക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ ആലോചിക്കുകയാണ് ശാരിക. അതേസമയം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. ശാരദാമ്മ ചോദിക്കുകയാണ്, ആ മോള് വന്നോ? നീ വിജയലക്ഷ്മിയുടെ കൂടെ തന്നെയല്ലേ വന്നത്? ഫോൺ വിളിച്ചിട്ട് രണ്ടുപേരെയും കിട്ടുന്നില്ലായിരുന്നല്ലോ.
ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് അമ്മേ വന്നത്. വിജയന്റെയും അമ്മാവനും രാജീവ് സാറിന്റെ താമസ സ്ഥലത്ത് ഇറങ്ങി. നിന്നെ ഫോണിൽ കിട്ടാതെ വന്നപ്പോൾ ഞാൻ വൃന്ദയെ വിളിച്ചിരുന്നു. അവളുടെ ഭർത്താവാണ് ഫോൺ എടുത്തത്. അവരിന്നലെ നാഗർകോവിലില്ല കോയമ്പത്തൂരാണ് എന്ന് പറഞ്ഞു. അത് കേട്ടൊന്ന് ഞെട്ടുകയാണ് ശാലിനി. ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ രാത്രി നീ എവിടെയായിരുന്നു താമസം? എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.